ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങ് അടുത്തെത്തിയില്ലേ? എന്താണ് വടക്കഞ്ചേരി പഞ്ചായത്തിലെ ട്രെൻഡ് നമുക്ക് നോക്കാം. കേട്ടാ നമ്മുടെ സ്റ്റോറി എന്തെങ്കിലും റെഡി ആയോ? അതാക്കാന്നേ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതാർക്ക് കൊടുക്കാനാ? ഇത് നമ്മുടെ മെമ്പർക്ക് കൊടുക്കണം. അപ്പൊ ഇത് 2-3 സംഭവങ്ങൾ അപേക്ഷകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നമ്മളറിയുന്ന കുറച്ച് പേര് കുറച്ച് പറയാൻ ഏട്ടാ, അപ്പൊ നിങ്ങൾ മെമ്പർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മെമ്പറാണെങ്കിൽ നിങ്ങളാണോ മെമ്പർ? മെമ്പറാണ്. നിങ്ങളെ കുറിച്ചൊരു സ്റ്റോറി ആക്കി നമുക്ക് പടയ്ക്കാം. മൽകു കേറി നമുക്ക് എടുക്കാം. വാ കേറി. ഒരു 5 മിനിറ്റ് കേട്ടോ. പഞ്ചായത്ത് പോയിട്ട് ചേട്ടാ, ഇനി വല്ല ഓട്ടം ഉണ്ടോ? ഓട്ടോ ഇല്ല. നമുക്ക് കുറച്ചു കാര്യങ്ങൾ അറിയാം. ഇപ്പോ എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? എന്താ ആദ്യം രാഷ്ട്രീയക്കാരനാണല്ലോ, രാഷ്ട്രീയം ഇവിടെ LDF എല്ലാ വികസന കാര്യത്തിലും പ്രസിഡന്റായാലും എല്ലാ വാർഡ് മെമ്പർമാരായാലും നല്ല സഹകരണം തന്നെയാണ് ചെയ്യുന്നത്. വാർഡ് മെമ്പർക്ക് അല്ലെങ്കിൽ വാർഡ് മെമ്പറായ ആൾക്ക് ഫോട്ടോ ഓടിക്കേണ്ട ആവശ്യം വരും. 12 വർഷമായി ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതാണ്. മീറ്റിങ്ങിൽ മറ്റുള്ള കാര്യങ്ങളെങ്കിൽ വണ്ടി ഒഴിവാക്കും. നമ്മളന്ന് മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും പങ്കെടുക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ ഓട്ടോറിക്ഷ വണ്ടി ഓടും. രാഷ്ട്രീയം എന്നുള്ളത് മാത്രം നമുക്കൊരു ഇൻകം അല്ല, അങ്ങനെ അതാണോ അതിന്റെ ഒരു ആവശ്യം? അല്ല, രാഷ്ട്രീയം നമുക്ക് ജനങ്ങളുടെ കൂടെയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ തൊഴിൽ ഓട്ടോറിക്ഷ ഫീൽഡാണ്. അപ്പോൾ നമ്മളിതൊരു തൊഴിൽ നേരത്തെ ഉള്ളതാണ്. അപ്പോൾ തൊഴിലും രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പോകുന്നതല്ലേ. ശമ്പളവും ഇതും കൂടി രണ്ടും കൂടി മാനേജ് ചെയ്തിട്ടാണോ പോണത്? രണ്ടും കൂടി മാനേജ് ചെയ്തിട്ടാണ് പോണത്. ഒരു മാസം ഓട്ടോറിക്ഷ ഓടുന്നതും ഇതും കൂടിയിട്ട് നമുക്ക് കുടുംബ കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട്. പിന്നെ ഫോൺ വാടകയാണ് കൂടുതൽ ഓടുന്നത്. വാർഡിലുള്ളവർക്കൊക്കെ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഓട്ടം വിളിക്കാനൊക്കെ പെട്ടെന്ന് എത്തൂല. അങ്ങനെ ഒരു ആൾക്കാരുടെ അടുപ്പുണ്ടാവില്ല വാർഡിലെ? വാർഡിലെ എന്തെങ്കിലും ആവശ്യം, എന്തെങ്കിലും എമർജൻസി വന്നാലും നമ്മളെ വാർഡ് മെമ്പറിനെ വിളിക്കുക. ഏത് വണ്ടിയായാലും, ആംബുലൻസ് ആയിക്കോട്ടെ, വലിയ വണ്ടി ആയിക്കോട്ടെ, എന്തിനും ആംബുലൻസ് ആയാലും പെട്ടെന്ന് വിളിക്കുന്നത് തന്നെയാണ്. അതല്ലാണ്ട് ഇപ്പൊ ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാ? അത് ഓട്ടത്തിനിടയിലാണോ വരിക? അത് ഓട്ടത്തിനിടയിലാണ് വരിക. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് വേണമെന്നിരിക്കും. അതിപ്പോ മെമ്പറുടെ അടുത്ത് ആവശ്യം പറഞ്ഞു വന്നിരിക്കുക. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിലേക്ക് എപ്പോഴായിരിക്കും വരിക? ഓട്ടത്തിനിടയിലാണോ വരിക? എങ്ങനെയാണ്? ഓട്ടത്തിനിടയിൽ നമ്മൾ വണ്ടി ഫോൺ വാടകയാണ് കൂടുതൽ ഓടുന്നത്. അപ്പോൾ പിന്നെ ആളുകൾ ആവശ്യത്തിന് ഫോണിൽ വിളിക്കും. നമ്മളതിന് വേണ്ടി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പഞ്ചായത്തിലെ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അവര് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നമ്മൾ പോകുള്ളൂ. വീട്ടിലപ്പോ ആരൊക്കെ ഉണ്ട്? എങ്ങനെയാണ്? വീട്ടിൽ അച്ഛനമ്മ, കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി. ചെറിയൊരു പെങ്ങള് ജോലി ലാബ് ടെക്നീഷ്യൻ പഠിക്കുന്നു. ഞാൻ ചെറിയൊരു കുടുംബം. ചേട്ടാ, ഓട്ടം പോവാൻ മനുവിനെ പോലുള്ള ഒരുപാട് പഞ്ചായത്ത് അംഗങ്ങൾ നമുക്കിടയിലുണ്ട്. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ജനങ്ങളുടെ ഓരോ വിഷയത്തിൽ ഇടപെടുമ്പോഴും അവർ മറ്റൊരു ജോലി കൂടി കണ്ടെത്തുന്നു. അവർ കുടുംബം ഹരിയേട്ടാ, ഞാൻ നിങ്ങളെ കണ്ടു. അവിടെ ഇട്ടിട്ട് ഒറ്റ വരവ് വന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാ? അല്ല, ഞാൻ അങ്ങനെ വേറെ വണ്ടി വിളിച്ചു വന്നു. അല്ല, വേറെ നിവൃത്തിയില്ലല്ലോ. ഇനി സ്റ്റോറി ഉണ്ട്, വിളിച്ചാൽ മതി, അപ്പൊ പറയാം. ഏതായാലും മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.